നന്ദു, എല്ലാം വാങ്ങിയോ? പിന്നെ നിന്റെ മുഖത്തെന്താ നല്ല സന്തോഷം? ആരായിട്ട സന്തോഷം ആഗ്രഹിക്കാത്തത്? അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. പിന്നെ തുമ്പിമോൾക്കും. ഏത് തുമ്പിമോൾ? കാർത്തു ചേച്ചിയുടെ വയറ്റിലുള്ള വാവയ്ക്ക് ഞാൻ തുമ്പിന്ന് പേരിട്ടു. നീ മോളാണെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. അല്ല, ഏട്ടന് പെൺവാവയെ ഇഷ്ടമല്ലേ? നീ നടക്കാൻ നോക്ക്. അപ്പം ഐസ്ക്രീം വാങ്ങിത്തരാം. ദാ അവിടെ കയറിയാൽ മതിയോ? അവിടെ നിന്ന് വാങ്ങി വീട്ടിൽ പോയി കഴിക്കാം ഏട്ടാ. ചേച്ചിക്കിപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട്. യാദവ് കാർത്തുവിനെ നോക്കിയതും അവൾ തല താഴ്ത്തി നിന്നു. വീട്ടിലെത്തിയത് നന്ദു അടുക്കളയിലേക്ക് നടന്നു. ഡി, എന്താ? നീ എന്തിനാ എന്നെ കാണുമ്പോൾ തല താഴ്ത്തി നിൽക്കുന്നത്? അത് പിന്നെ ഇങ്ങനെ തല താഴ്ത്തി നിന്ന ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കാം. ആ ദേവിനിട്ടൊരു തിരിച്ചടി കൊടുക്കണം. അത് നീ തന്നെ ചെയ്യണം. ഞാൻ എന്ത്? നിന്റെ കുഞ്ഞിനെ വരെ കൊല്ലാൻ നോക്കിയവരെ നീ വെറുതെ വിടാനാണോ? നീ നന്നായി ആലോചിക്ക്, അവനിട്ട് പണി കൊടുക്കാൻ. ഇതും പറഞ്ഞവൻ പോയതും അവൾ വയറിൽ കൈവച്ചു. പിന്നെ അവൾ കണ്ണുകൾ അടച്ച് കിടന്നു. നന്ദു ഭക്ഷണം കഴിക്കാൻ വിളിച്ചതും അവൾ വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കിടന്നതും യാദവ് റൂമിലേക്ക് ദേഷ്യത്തിൽ വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കഴിക്കടി, വിശപ്പില്ല. അവൻ ചോറുരുളയാക്കി അവൾക്ക് നീട്ടിയതും അവൾ അവനെയും കയ്യിനെയും മാറി മാറി നോക്കി. കഴിക്ക്. അവൾ വാ തുറന്നതും അവൻ ചോറ് വാരിക്കൊടുത്തു. ഈ സമയം ഇതെല്ലാം പുറത്തുനിന്ന് കണ്ട ശിവയും നന്ദുവും വാ പൊളിച്ച് നിന്നു. നന്ദു റൂമിലേക്ക് കടക്കാൻ നിന്നതും ശിവ അവളെ പൊക്കിക്കൊണ്ടുപോയി. ഏട്ടാ, നിലത്ത് നിർത്ത്. മിണ്ടാതിരിക്കൊരു പെണ്ണെ. ഏട്ടാ, അവർ തമ്മിലെന്താ, ലവ് ആണോ? ലവ്വയ്ക്ക് അറിയാനുള്ള പ്രായം നിനക്കായോ മോളെ? ഞാൻ 10-ലെത്തി. ആണോ? ഞാൻ അറിഞ്ഞില്ല. പറ, അവരിഷ്ടത്തിലാണോ? ആയാലേ മോൾക്ക് സന്തോഷാവോ? ആവും. കാരണം ചേച്ചി എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അവർ ഒരുമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പം കണ്ട സീനോ? അതറിയില്ല. എന്തായാലും അവർ ഒരുമിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും ഏട്ടാ. അപ്പം നോക്കാം. അനിയത്തിക്കുട്ടി നിന്റെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് അവർ ഒരുമിക്കാൻ. പിന്നെ നീ എന്തെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നോ? ഞാനോ? എപ്പോ? സത്യം പറ മോളെ. ഇന്നലെ മാളിൽ നടന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ഫ്രണ്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിന്റെ സ്റ്റാറ്റസ് കണ്ടു. ആ വീഡിയോയിൽ നാണം കെട്ട് നിൽക്കുന്ന പെണ്ണാണ് കാർത്തു ചേച്ചിയുടെ അമ്മായിയുടെ മോള്. ആ ഒരു വീഡിയോ കാരണം ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നേട്ടാ, ഒരു 150 ഡയറി മിൽക്ക് വാങ്ങി തരണേ. അതെന്തിനാ? അത് പിന്നെ ആ വീഡിയോ മാക്സിമം എല്ലാവർക്കും എത്തിക്കാൻ ഞാൻ കുറച്ച് പേരോടെ വീഡിയോ 12 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ വേറെ സപ്പോർട്ടായി ഷെയർ ചെയ്യാനും പറഞ്ഞിരുന്നു. അതിനു പകരം ഡയറി മിൽക്കാണ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. എൻ്റെ മോളെ, നിന്നെ ഞാൻ നമിച്ചു. ഈ സമയം വിളിച്ച് റൂമിലുള്ളതെല്ലാം വാരി വലിച്ചിട്ടു. എന്താ മോളെ ഇതൊക്കെ? അമ്മ വീഡിയോ കണ്ടോ? കണ്ടു. എന്നാലും മോളെ, ആരെ ഈ വീഡിയോ ലീക്ക് ചെയ്തത്? മാളിലെ എല്ലാ പ്രശ്നവും പൈസ കൊടുത്ത് തീർത്തു. പക്ഷെ വീഡിയോ ലീക്കാവുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ തന്നെ ഫോൺ ഓണാക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ പെൺകുട്ടിയാണ് എനിക്കിട്ട് പണിതത്. അവളെ ഞാൻ വെറുതെ വിടില്ല. ദേവുമോൻ വിളിച്ചോ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീ എന്തായാലും കുറച്ച് ദിവസം പുറത്തിറങ്ങണ്ട. ഇപ്പോൾ തന്നെ ആളുകൾ വിളിച്ചു തുടങ്ങി കാര്യങ്ങൾ അറിഞ്ഞിട്ട്. അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ടി വന്നു. ഇതും പറഞ്ഞവർ പോയതും ലഞ്ചു സിറിഞ്ചെടുത്ത് കയ്യിലേക്ക് കുത്തി. ഈ സമയം യാദവ് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ആളെ അടിച്ചിട്ട് ദേഷ്യത്തിൽ ബൈക്കെടുത്ത് പോയി. എന്നാൽ ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ മനസ്സിൽ യാദവ് പതിഞ്ഞു. അതിൻ്റെ ഫലമായി അവളുടെ ചുണ്ടിൽ നാണത്തിൽ പുഞ്ചിരി വിരിഞ്ഞു. ഗായു, എന്തു നോക്കി നിൽക്കുക പെണ്ണെ? വാ ഇങ്ങോട്ട്. ഡി ഗീതു, ആ പോയത് ആരാടി? അതിവിടുത്തെ ഗുണ്ടയാണ്. കൊട്ടേഷൻ എടുക്കലാണ് മെയിൻ പണി. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അയാളെ വലിയ കാര്യമാ. പിന്നെ കാണാനും ചുള്ളൻ. അയാൾക്ക് വല്ല ലൈനുണ്ടോ? എൻ്റെ അറിവിലില്ല. അയാളുടെ വീട്ടിലാകെ കൂടെ അനിയത്തിക്കുട്ടി മാത്രമേ ഉള്ളൂ. ആ കുട്ടി 10 കഴിഞ്ഞ് നിൽക്കുക. അല്ല, നീ എന്തിനാ അയാളുടെ കാര്യം ചോദിക്കുന്നത്? ഒന്നറിഞ്ഞിരിക്കാൻ. അല്ല, അയാളുടെ പേരറിയുമോ നിനക്ക്? യാദവ് മേനോൻ. എൻ്റെ മാത്രം യാദവ്. നീ എന്താടി പറയുന്നത്? എന്താണെന്നറിയില്ല. അയാളെ കണ്ടപ്പോൾ മനസ്സിൽ അങ്ങോട്ട് കയറിക്കൂടി. വെറുതെ തമാശയ്ക്ക് പോലും പറയില്ല ഗായു. ഞാൻ കാര്യമായി പറഞ്ഞതാ. ഡി, നീ എവിടെ കിടക്കുന്നു അതുപോലെ അയാൾ എവിടെ കിടക്കുന്നു. പിന്നെ യാദവേട്ടൻ്റെ നിന്റെ പിറകെ ഒന്നും വരാൻ പോകുന്നില്ല. പണം കണ്ടാൽ നീ പറയുന്ന യാദവൻ്റെ പുറകെ വരും. പിന്നെ ഈ ഗുണ്ടകൾ പണി നടത്തുന്നത് തന്നെ പണം മോഹിച്ച. അപ്പം ഞാൻ അവളുടെ പുറകെ വെറുതെ ഒന്ന് നടന്നാൽ എൻ്റെ അടുത്ത് വരും യാദവ്.
ഡീ, യാദവേട്ടൻ നീ വിചാരിക്കുന്നത് പോലത്തെ ആളല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി യാദവൻ്റെ മാത്രമാ. അയാളുടെ താലി എൻ്റെ ഈ കഴുത്തിൽ വീണിരിക്കും. അതിനുള്ള കളികൾ ഞാൻ ആരംഭിച്ചു. യാദവേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇവളെ രന്നു വാങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പായി. ഗീതു മനസ്സിലോർത്തു. കാത്തു ചേച്ചി എന്താലോചിച്ചിരിക്കുക? ഞാൻ വെറുതെ. എന്ന് ചേച്ചിക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ദാ അങ്ങോട്ട് നോക്ക്. ഭാനുമമ്മി, അമ്മ ഇവിടെ. യാദവ് മോൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് നന്നായി. മോളെ അന്വേഷിച്ച് നടക്കുക അവിടെ ഉള്ളവർ. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയപ്പോഴാ ഭാനുമമ്മി ഞാൻ ഇറങ്ങി ഓടിയത്. ഇനി മോൾ ആ വീട്ടിലേക്ക് വരരുത്. പിന്നെ ദാ കുറച്ച് പലഹാരങ്ങളാണ് മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അപ്പോൾ എനിക്കില്ലേ? നിനക്കുണ്ട് പെണ്ണേ. പിന്നെ അവർ സംസാരിച്ച് ഓരോന്ന് പറഞ്ഞിരുന്നു. അമ്മേ, എന്തിനാ ലച്ചു ഇങ്ങനെ അലറുന്നത്? ദാ താഴെ അച്ഛൻ വന്നിരിക്കുന്നു. ഇയാളെന്താ ഒന്ന് പറയാതെ വന്നിരിക്കുന്നത്? എനിക്കറിയില്ല, അമ്മ പോയി നോക്ക്. നിങ്ങളെന്താ മനുഷ്യ പറയാതെ വന്നത്? ലച്ചുവിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആകെ നാണം കെട്ടു. അതവൾക്ക് ആരോ പണി കൊടുത്തതാ. അതിന് എൻ്റെ മോള് പെട്ടു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാൻ വന്നത് ചില എഗ്രിമെൻ്റ് മാറ്റി എഴുതാനാ. മാറ്റി എഴുതാനോ? എന്തിന്? നമ്മൾ അനുഭവിക്കുന്ന സ്വത്തിൻ്റെ എല്ലാം അവകാശിയാ കാർത്തുവാ. കാർത്തുവോ? അതെ, ഇത്ര നാളെൻ്റെ കയ്യിൽ ഒതുങ്ങി നിന്നു. കാരണം അവൾക്ക് 18 വയസ്സായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 19 അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീടുൾപ്പെടെ എല്ലാത്തിനും അവകാശി അവളാ. അവൾ മാത്രം. പിന്നെ പകുതി അവകാശം അവൾ വിവാഹം കഴിക്കുന്ന പയ്യനും. അതുകൊണ്ട് വേഗം ദേവിൻ്റെ വീട്ടിലേക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണം. അതിന് അവൾ അവിടെ ഇല്ല. പിന്നെ എല്ലാം അവർ പറഞ്ഞതും അയാൾ അലറി. അവളെ എനിക്ക് കിട്ടണം എത്രയും വേഗം. അല്ലെങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകും. ഈ സമയം അയാൾക്കൊരു ഫോൺ വന്നതും അയാൾ എടുത്തു. ഹലോ, ആരാ? ഞാൻ ഫിലിപ്പ്. അറിയോ എന്നെ? നിങ്ങളെന്തിനാ എന്നെ വിളിക്കുന്നത്? തന്നെ വിളിക്കാതെ പിന്നെ ഞാൻ ആരെ വിളിക്കണം? ഞാൻ നാട്ടിലെത്തി. ഇനി കാർത്തുമോളെ കണ്ടെല്ലാം ഏൽപ്പിക്കണം. അതോടെ നിങ്ങളുടെ നാശം തുടങ്ങും. അതിനെ അവൾ ജീവനോടെ ഉണ്ടായാലല്ലേ എല്ലാം തിരിച്ചു കൊടുക്കാൻ പറ്റൂ. എൻ്റെ കാർത്തുമോർക്ക് കിട്ടേണ്ടത് ഞാൻ അവളെ ഏൽപ്പിക്കും. അത് തന്നെ കൊന്നിട്ടാണെങ്കിൽ പോലും. നീ കാരണമായി ഇത്ര നാൾ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ഇനി ഞാൻ ഇവിടെ ഉണ്ടാവും നിന്റെ നാശം കാണാൻ. അയാൾ ഫോൺ വെച്ചതും കാത്തുവിനെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന ലക്ഷ്യത്തോടെ ചെയറിലേക്കിരുന്നു. യാദവ് മുരളി ജയിലിൽ നിന്നിറങ്ങി. ഞാൻ അറിഞ്ഞു അവൻ എൻ്റെ പുറകെയുള്ള കാര്യം. നിന്നെ കൊല്ലാനാ അവൻ ജയിലിൽ നിന്നിറങ്ങിയത്. അവൻ വരട്ടെ എന്നെ ഇല്ലാതാക്കാൻ. യാദവ്, ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ കുറച്ചു നാൾ ഇവിടെ നിന്ന് മാറിപ്പോ. അവനെ പേടിച്ച് ഞാൻ പോണോ ശിവ? പോണം. കാരണം നീ ഒറ്റയ്ക്കല്ല. നിന്റെ ഒപ്പം നിന്റെ അനിയത്തിയും പിന്നെ കാർത്തുമോളുമുണ്ട്. അവൻ കണ്ണുകൾ അടച്ചു തുറന്ന് ശിവയെ നോക്കാതെ വീട്ടിലേക്ക് നടന്നു. ഈ സമയം ദേവിൻ്റെ ആളുകൾ യാദവിൻ്റെ വീട്ടിലേക്ക് കയറി. എന്നാൽ ആരും വന്നതറിയാതെ ഉച്ചമയക്കത്തിലായിരുന്നു കാർത്തുവും നന്ദുവും. ദേവിൻ്റെ ആളുകൾ യാദവിൻ്റെ വീട്ടിൽ കയറിയതും കാർത്തുവിന് വേണ്ടി തിരഞ്ഞു നടന്നു. കാത്തു ചേച്ചി, എഴുന്നേൽക്ക്. എന്താ മോളെ, എന്തു പറ്റി? വാതിൽ കുറേ നേരമായി ആരോ തട്ടുന്നു. യാദവേട്ടനാട്ടോ മോളെ? അല്ല ചേച്ചി, ഏട്ടനല്ല. പെട്ടെന്ന് വാതിൽ ശക്തിയോടെ തട്ടാൻ തുടങ്ങിയതും നന്ദു കാത്തുവിനെ പേടിയോടെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, എനിക്ക് പേടിയാവുന്നു. മോളെ, ജനൽ കൂടെ പുറത്താരെങ്കിലും ഉണ്ടോയെന്ന് നോക്ക്. ചേച്ചി, 4-5 കാർ കിടപ്പുണ്ട്. കാത്തു ജനലിൽ കൂടെ നോക്കിയതും ഞെട്ടി. ചേച്ചി, എന്താ പറ്റിയത്? ആ നിൽക്കുന്ന ആളുകളാണ് മോളെ അന്നെൻ്റെ പുറകിൽ വന്നിരുന്നത്. അപ്പം ചേച്ചിയെ കൊണ്ടുപോവാനാണോ അവർ വന്നിരുന്നത്? അതെ. പെട്ടെന്ന് വാതിൽ തുറന്നു വന്നതും നന്ദു കാത്തുവിനെ ചുറ്റിപ്പിടിച്ചു. ഡീ പെണ്ണെ, ഞങ്ങളുടെ കൂടെ വരുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ദാ ഈ പെണ്ണിനെ ജീവനോടെ വെക്കില്ല. ഞാൻ വരാം, പക്ഷേ ഇവളെയൊന്നും ചെയ്യരുത്. ഇല്ല, ചേച്ചിയെ ഞാൻ വിട്ടുതരില്ല. പെട്ടെന്ന് 2-3 ആളുകൾ വന്ന് കാത്തുവിനെ ബലമായി പിടിച്ചു. നന്ദു അവളെ വിടാതെ വന്നതും അതിലൊരുത്തൻ അവളുടെ തലചുവരിലേക്കിടിച്ചു. അമ്മേ, മോളെ നന്ദു. കാത്തു നന്ദുവിനെ വിളിച്ച് കരഞ്ഞതും ഒരുത്തൻ കാത്തുവിൻ്റെ കവിളിൽ മാറി മാറി അടിച്ചു. ഈ സമയം യാദവ് പുറത്തു നിർത്തിട്ടിരിക്കുന്ന കാറുകൾ കണ്ടതും വീട്ടിലേക്ക് ഓടിക്കയറി. പൊന്ന മക്കളെ, വിടടാ അവളെ. നായകൻ നിന്നെ വന്ന് രക്ഷിക്കാനിരിക്കുകയായിരുന്നു. ഏട്ടാ, ചേച്ചിയെ വിട്ടയക്കല്ലേ, അവരുടെ കൂടെ. ഒരുത്തൻ വന്ന് നന്ദുവിനെ തല്ലാൻ കയ്യോങ്ങിയതും അവൻ നിലത്ത് പിടഞ്ഞു വീണു. ഈ സമയം ബാക്കിയുള്ളവർ എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്നറിയാതെ നിന്നു. പെട്ടെന്ന് യാദവ് എടുത്ത ആളെ അടിച്ചിട്ടതും എല്ലാവരും അവനെ പേടിയോടെ നോക്കി ബാക്കിലേക്ക് നടന്നു. എന്താടാ പൊന്ന മക്കളെ, വന്ന ധൈര്യമെല്ലാം പോയോ? അടിച്ചു കൊല്ലടാ ഇവനെ.
പെട്ടെന്ന് അതിലെ തലവനെന്ന് തോന്നിക്കുന്ന ആൾ അലറിയതും എല്ലാവരും അടിക്കാനായി വന്നു. പക്ഷേ യാദവിൻ്റെ അടിയിൽ അവരെല്ലാം നിലത്ത് പിടഞ്ഞു കിടന്നു. യാദവ് ഒരാളുടെ അടുത്ത് വന്നിരുന്നതും അയാൾ അവനെ പേടിയോടെ നോക്കി. 5 മിനിറ്റ് സമയം തരും, അതിനു മുൻപ് എല്ലാവരെയും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ. അയാൾ പേടിയോടെ തലയാട്ടി എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഏട്ടാ, മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നെറ്റിയിൽ വേദനയുണ്ടോ? ചെറിയൊരു വേദന. പെട്ടെന്ന് കാർത്തുവിൻ്റെ കരച്ചിൽ കേട്ടതും യാദവ് അവളെ നോക്കി, പിന്നെ പുറത്തേക്ക് നടന്നു. ചേച്ചി, എന്തിനാ കരയുന്നത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. മോളെ, ഞാൻ കാരണമായതെല്ലാം ഇപ്പോൾ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ പോവാ. എനിക്ക് വയ്യ. ഞാൻ കാരണം നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നത് കാണാൻ. അവർ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനിയും വരും. അതുകൊണ്ട് ഞാൻ പോവാ. അവൾ പെട്ടെന്ന് ബാഗ് എടുത്ത് ഇറങ്ങി പുറത്തേക്ക് നടന്നു. നീ എങ്ങോട്ടാ ബാഗും കൊണ്ട്? ഞാൻ പോവാ. വല്ല ഹോസ്റ്റലിലും ഞാൻ നിന്നോണ്ട്. ഇനിയും ഞാൻ ഇവിടെ നിന്ന് അവർ വീണ്ടും വരും. നീ എവിടേക്കും പോകുന്നില്ല. പകരം നമ്മളെല്ലാവരും കൂടെ പോകുന്നു. എങ്ങോട്ടായേട്ടാ? കുറച്ചകലെ. അതുകൊണ്ട് എല്ലാം എടുത്തു വെക്കാൻ നോക്ക്. നാളെ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഞാൻ ശിവനെ കാണാൻ പോവാ. രാത്രി വരുള്ളൂ. വാതിലടച്ചോ. ഇനി ആരും വരില്ല. യാദവ് അത് പറഞ്ഞ് നടന്നതും കാത്തും നന്ദുവും അവൻ പോകുന്നത് നോക്കി നിന്നു. യാദവ്, നീ പോവാൻ തീരുമാനിച്ചോ? അല്ലെങ്കിൽ ഞാൻ കാരണം നന്ദുവും കാത്തുവിനും പ്രശ്നം വരും. കുറച്ചു നാൾ മാറി നിൽക്ക്. അല്ല, വല്ല സ്ഥലം കണ്ടുപിടിച്ചോ? എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക്, നീലിമല ഗ്രാമത്തിലേക്ക്. പക്ഷേ പോണം അവിടേക്ക്. അവിടെ നിന്ന് തുടങ്ങണം ഇനിയുള്ള കഥ. നീ ആരാണെന്നറിഞ്ഞ അവർ വെറുതെ ഇരിക്കുമോ? അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ കാത്തുവിൻ്റെ കാര്യം, അവൾ ആരാണെന്ന് ചോദിച്ച നീ എന്തു പറയും? എൻ്റെ ഭാര്യയാണെന്ന് യാദവ് ഉറപ്പോടെ പറഞ്ഞു നിർത്തിയതും ശിവ അന്തം വിട്ട് അവനെ നോക്കി. യാദവ്, നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്നുണ്ടോ? നിനക്ക് കാത്തുവിനെ ഇഷ്ടമാണോ? ഞാൻ പോവുക. പിന്നെ രാത്രി തന്നെ ഞങ്ങൾ ഇറങ്ങും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ശരിടാ. യാദവ് നടന്നു പോയതും ശിവ ബാക്കി പണികളിലേക്ക് കടന്നു. ദേവ്, നിന്നെ എന്തിനു കൊള്ളാം? ആ പെണ്ണിനടുത്ത് കിട്ടിയിട്ട് പോലും തുലച്ചു കളഞ്ഞില്ലേ നീ? ദേവിൻ്റെ അമ്മ പറഞ്ഞു. അവൾ എവിടെയാണെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ അവളെ കൊണ്ടുവന്നുകൊണ്ട് വരണം, അല്ലെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോകും. അമ്മ എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഞാൻ അറിയാത്ത വേറെ കാര്യം അവൾക്ക് പിന്നിലുണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ നിന്നോട് പറയാൻ സമയമായിട്ടില്ല. ഇത് പറഞ്ഞവർ പോയതും ദേവ് സെറ്റിയിലിരുന്നു. മോനെ ദേവ്, കാത്തുമോൾ പാവ. അവളെ ഇനിയും നരകത്തിലേക്ക് കൊണ്ടുവരരുത്. മിണ്ടിപ്പോവരുത്. നിങ്ങളായൊരു ബന്ധവും എനിക്കില്ല. പിന്നെ അച്ഛനെന്ന അധികാരം എൻ്റെ മേലെടുക്കാൻ വരരുത്. എൻ്റെ ഈശ്വര, കാത്തുമോളെ ഈ ദുഷ്ടജന്തുക്കളിൽ നിന്ന് രക്ഷിക്കണേ. ദേവിൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു. മോളെ നന്ദു. ഏട്ടാ, എല്ലാം എടുത്തു വെച്ചോ? ആ ഏട്ടാ. അവളെവിടെ? ചേച്ചി പുറത്തിരിക്കുന്നുണ്ട്. ഇനി പോയി വേഗം റെഡിയായിക്കോ. കാറ് കുറച്ച് കഴിഞ്ഞാൽ വരും. പിന്നെ യാദവ് അവന് ആവശ്യമുള്ളതെല്ലാം പാക്ക് ചെയ്തു പുറത്തിറങ്ങി. കാറ് വന്നതും നന്ദു കാത്തുവിനെ പിടിച്ച് കയറ്റി. യാദവും പിന്നെ കയറി ഇരുന്നതും കാറ് നീലിമേലിലേക്ക് പുറപ്പെട്ടു. രാത്രിയിലുള്ള യാത്ര കാത്തു നന്നായി ആസ്വദിച്ചു. കാരണം ഇങ്ങനെയുള്ള ഒരു യാത്ര അവളുടെ ജീവിതത്തിൽ ആദ്യമായിരുന്നു. ചെറിയ നിലാവെളിച്ചത്തിൽ ഓടി മറയുന്ന മരങ്ങളും പാറി പറക്കുന്ന മിന്നാമിന്നി കൂട്ടങ്ങളെയും അവൾ കൗതുകത്തോടെ നോക്കി. ഇതെല്ലാം മുമ്പിലെ കണ്ണാടിയിലൂടെ കണ്ട യാദവിൻ്റെ ചുണ്ടിലിളം പുഞ്ചിരി വിരിഞ്ഞു. നന്ദു കാത്തുവിനെ ചുറ്റിപ്പിടിച്ചതും കാത്തു അവളെ ചേർത്ത് പിടിച്ചു. പിന്നെ എപ്പോഴോ കാത്തുവും ഉറക്കത്തിലേക്ക് വീണു. നന്ദു, കാത്തു, എഴുന്നേൽക്ക്. ഏട്ടാ, സ്ഥലത്തിയോ? ഇല്ല, 1 മണിക്കൂർ യാത്ര കൂടെയുണ്ട്. ദാ, ഈ ചൂട് ചായ രണ്ടാളും കുടിക്ക്. ഇവിടെ നല്ല തണുപ്പാ, അതുകൊണ്ട് പുറത്തിറങ്ങണ്ട. പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞ് പോയതും അവർ ഒരു വലിയ തറവാടിൻ്റെ മുൻപിലെത്തി നിന്നു. കാത്തു, നന്ദുവിനെ എഴുന്നേൽപ്പിച്ചിറങ്ങ്. നമ്മളെന്താ ഇവിടെ? ഇനി നമ്മൾ ഇവിടെയാ? ഇത്ര വലിയ വീട്ടിലോ? അതെ, വേഗം ഇറങ്ങാൻ നോക്ക്. കാത്തു യാദവിനെ നോക്കി നന്ദുവിനെ തട്ടി എഴുന്നേൽപ്പിച്ചു. അവർ രണ്ടുപേരും പുറത്തിറങ്ങിയതും കാർ അകന്നുപോയി. പെട്ടെന്ന് കുറച്ച് പ്രായമായ ഭാര്യയും ഭർത്താവും വന്നതും യാദവ് അവരെ നോക്കി ചിരിച്ചു. മോനെ, യാത്ര സുഖമായിരുന്നു? ആയിരുന്നു വർക്കിച്ചേട്ടാ. ഇവരൊക്കെ? ഇതെൻ്റെ പെങ്ങൾ നന്ദു. പിന്നെ ഇത് കാർത്തിക, എൻ്റെ ഭാര്യയാണ്. കാർത്തുവിനെ ചേർത്ത് പിടിച്ച് യാദവ് പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി. മോൾക്ക് വിശേഷമുണ്ടല്ലേ? ഉണ്ട്, ഇപ്പം 4 മാസം ആവാറായി. എന്നാൽ ഈ വെളുപ്പാൻ കാലത്തെ മഞ്ഞുകൊണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറിക്കോ. ഞാൻ അപ്പോഴേക്കും കഴിക്കാനുണ്ടാക്കാൻ നോക്കാം. കാർത്തു പോയി കിടന്നു. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. വാ ചേച്ചി, ഞാനും വരാം. കാറിലെ ഉറക്കം ശരിയായില്ലല്ലോ.
വർക്ക് ചേട്ടാ, എല്ലാവരും തറവാട്ടിലുണ്ടോ? ഇല്ല, പക്ഷേ അടുത്ത ആഴ്ചക്കുള്ളിൽ വരും, മുത്തശ്ശിയുടെ പിറന്നാളായിട്ട്. മോനെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ വർക്കേട്ടാ? ആ മോള് കാർത്തിക എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? അതല്ല, ആ കുട്ടി രേവതി ചേച്ചിയുടെ മകളാണോ? അതേ മുഖഛായ. അതെ, രേവതി അമ്മായിയുടെ മകൾ തന്നെയാ, അതുപോലെ എൻ്റെ മുറപ്പെണ്ണും. യാദവര് ചിരിയോടെ പറഞ്ഞു നിർത്തിയതും വർക്ക് ചേട്ടൻ സന്തോഷത്തോടെ നിറകണ്ണാൽ അവനെ നോക്കി.